നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കേരളത്തിൽ നടുക്കിയ രണ്ട് കൊലപാതകങ്ങൾ. ഒന്ന് പാലക്കാട് നെന്മാറ കൊലപാതക കേസ്, രണ്ട് കൂടത്തായി കൊലപാതക കേസ്. ഈ രണ്ട് കേസുകളും മലയാളികൾക്ക് സുപരിചിതമാണ്. പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതായത് പാലക്കാട് ഒരു ഭാര്യ, ഭർത്താവ്, അവരുടെ മാതാവ് ഇവരെയാണ് ചെന്താമര എന്ന പ്രതി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. കൂടത്തായിൽ ഭർത്താവടക്കം 6 പേരെയാണ് ജോളി വിഷം നൽകി കൊലപ്പെടുത്തിയത്. രണ്ട് കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ മലയാളികൾക്കറിയാം. ഒന്ന് ചെന്താമര, മറ്റത് ജോളി. പറഞ്ഞു വരുന്നത് ഈ രണ്ട് പ്രതികളുടെയും ഇപ്പോഴത്തെ, അതായത് വധശിക്ഷ കാത്ത് കഴിയുന്ന ഒരുപാട് പേരെ, അവരെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരായ ഒരുപാട് പേരെ കൊലപ്പെടുത്തിയ രണ്ട് പ്രതികൾ, അവർക്കിപ്പോൾ വന്നിരിക്കുന്ന മേക്ക് ഓവറിനെ കുറിച്ചാണ് പങ്കുവയ്ക്കാനുള്ളത്. നമുക്കറിയാം, കൊലപാതകം അതിക്രൂരമായ ഒരു കുറ്റം തന്നെയാണ്. നമ്മളെപ്പോലെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കപ്പെട്ട കുറച്ച് ജീവനുകൾ, അത് മനുഷ്യൻ തന്നെ വിധി നടപ്പിലാക്കി അതിക്രൂരമായി അവരെ കൊലപ്പെടുത്തുകയാണ്. കൂടത്തായിയിലും നെന്മാറയിലുമൊക്കെ സംഭവിച്ചത് അത് തന്നെയാണ്. അതിനുശേഷം ഈ പ്രതികൾ ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ രീതിയിൽ വാർത്തയാകും. അതിൻ്റെ കാരണം എന്താണ്, ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ആ വാർത്തയുടെ പുതിയ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അത്തരത്തിൽ കേരളത്തിൽ ഏറെ വൈറലായ രണ്ട് കൊലപാതകങ്ങളാണ് ഈ കൂടത്തായിയിലെ സംഭവം. അക്ഷരാർത്ഥത്തിൽ കൂടത്തായിയിലെ സംഭവം നടക്കുന്നതായിരുന്നു. ആരും അറിയാതെ ചെയ്ത 6 കൊലപാതകങ്ങൾ അതൊരു ദിവസം പുറത്തേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിൽ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു കൂടത്തായിയിലേത്. നെന്മാറയിലെ സംഭവം മറിച്ചാണ്. അതായത് പ്രതി കൊലപാതകം നടത്തുന്നു, പിറ്റേന്ന് തന്നെ പിടികൂടുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുന്നു. അങ്ങനെയാണ്. ഈ രണ്ട് സംഭവങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവ രീതികളാണുള്ളത്. എങ്കിൽ പോലും രണ്ടുപേരും ചെയ്തത് ഒരേ കുറ്റം തന്നെയാണ്. ഒരാൾ 6 പേരെ കൊലപ്പെടുത്തി, ഒരാൾ 3 പേരെ കൊലപ്പെടുത്തി. അങ്ങനെ അവർ കുറച്ചു പേരെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കി. അങ്ങനെ കുറച്ചു പേരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയ, കുറച്ചു പേരെ ജീവിക്കാനുള്ള അവകാശം നഷ്ടമാക്കിയ ആ പ്രതികൾ, രണ്ട് പ്രതികൾ ചെന്താമരയും ജോളിയും, അവർ ഇപ്പോൾ വധശിക്ഷ കാത്ത് കഴിയുകയാണെങ്കിൽ പോലും വൻ മേക്ക് ഓവർ ആണ് അവർക്കുണ്ടായിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നമുക്കറിയാം, ജയിലെന്ന് പറയുമ്പോൾ അതൊരു സുഖവാസ കേന്ദ്രമാണോ എന്ന് തോന്നുന്ന രീതിയിൽ, അങ്ങനെ ഒരു ചോദ്യം ഉദിക്കത്തക്ക രീതിയിലാണ് ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവരുടെ മേക്ക് ഓവറും ഇവരുടെ രീതിയും ഒക്കെ കാണുമ്പോൾ രണ്ടുപേർക്കും വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ചെന്താമരയെ പിടികൂടുമ്പോൾ എങ്ങനെയിരുന്നു, അതിനുശേഷം ഈ വിധി കേൾക്കാനായി, കേസിന്റെ വിധി കേൾക്കാനായി ചെന്താമരയെ കോടതിയിൽ എത്തിക്കുമ്പോൾ ചെന്താമര എങ്ങനെ ഇരിക്കുന്നു. ഈ രണ്ട് വ്യത്യാസവും മലയാളികൾക്ക് മുന്നിൽ ഇനി ആർക്കും അത് ഓർമ്മയില്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കാവുന്നതാണ്. എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. എന്തിന്, ചെന്താമര കൊലപ്പെടുത്തിയ അവരുടെ മക്കൾ, ആ വ്യക്തികളുടെ മക്കൾ വരെ പ്രതികരിക്കുണ്ടായി. ചിരിച്ച് ഉല്ലസിച്ച് ഒരു കൂസലുമില്ലാതെയാണ് പ്രതി കോടതിയിലെത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് പേടിയുണ്ട് എന്നതടക്കമുള്ള ഒരു വാക്കുകൾ ആ കുഞ്ഞുങ്ങൾ അവർ പറയുമ്പോൾ വളരെയധികം വേദനയുണ്ട്. എന്തായാലും അവരുടെ അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കിയ ഒരു പ്രതി അവർക്ക് മുന്നിലൂടെ യാതൊരു കൂസലുമില്ലാതെ മേക്ക് ഓവറൊക്കെ വരുത്തി നടക്കുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കൂടത്തായിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കൂടത്തായിലെ 6 പേർക്കുമുണ്ട് ഉറ്റവർ, ഉടയവർ ഒക്കെ. അപ്പോൾ ആ വേദനയിൽ കഴിയുന്നവർക്ക് മുന്നിലേക്ക് ജോളി എന്ന പ്രതി വളരെ മേക്ക് ഓവറൊക്കെ നടത്തി വളരെ സന്തോഷവതിയായിട്ട് യാതൊരു കൂസലുമില്ലാതെ, കുറ്റബോധം ലെവലേശമില്ലാതെ വന്ന് നിൽക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസികാവസ്ഥ അതും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ജയിലുകളൊക്കെ അതൊരു സുഖവാസ കേന്ദ്രമാകുന്നു എന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് സംഭവത്തിന് പിന്നാലെ ഉയരുന്നുണ്ട്. ഈ ജോളിയുടെ കഴിഞ്ഞ ദിവസം ജോളിയെ ഹാജരാക്കാൻ വന്നപ്പോൾ ജോളിയുടെ വേഷവിധാനങ്ങൾ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ജീൻസ് ടോപ്പൊക്കെ ധരിച്ച് വളരെ കൂസലായി പോലീസിനോടൊക്കെ സല്ലപിച്ചൊക്കെ നിൽക്കുന്ന ഒരു ജോളിയാണ് നമ്മൾ കണ്ടത്. കോഴിക്കോട് മാറാട് പ്രത്യേക കോടതിയിൽ വിചാരണയ്ക്കായി ഹാജരായ ജോളിയുടെ വേഷമാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. വൈറലാകുന്ന ദൃശ്യങ്ങളിൽ നീല ജീൻസും ടോപ്പും ധരിച്ച് കോടതി വരാന്തിൽ ഇരിക്കുന്ന ജോളി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയും കൈവശമുള്ള രേഖകൾ പരിശോധിക്കുകയും ചെയ്യുന്നത് കാണാം. കേസിന്റെ ഗൗരവമായി താരതമ്യപ്പെടുത്തി ദൃശ്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് സമൂഹ മാധ്യമത്തിലെ വ്യക്തികൾ. ജോളിയുടെ മുഖഭാവവും ആത്മവിശ്വാസത്തോടുള്ള പെരുമാറ്റവും സംബന്ധിച്ചും നിരവധി അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ജോളിയുടെ രൂപത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. പുരികം ത്രെഡ് ചെയ്ത് പോലെയുള്ള രൂപമാണ് കാണുന്നത്, വളരെ മേക്ക് ഓവറാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള ഒരു അഭിപ്രായങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ നിയമത്തെയാണ് ഏറ്റവും കൂടുതലും ആൾക്കാർ ചോദ്യം ചെയ്യുന്നത്. അതായത് ഈ കുറ്റകൃത്യങ്ങളൊക്കെ പെരുകുമ്പോൾ ഇവിടെ നിയമം ഇല്ല എന്നതല്ല, മറിച്ച് പേടിക്കാനുള്ളൊരു നിയമമില്ല എന്ന തരത്തിൽ
തരത്തിലുള്ള ചർച്ചകളാണ് വളരെയധികം ചർച്ചയാകുന്നത്. ഒരുപാട് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്. ഒരു കൂസലുമില്ലാതെ കൂടെ ഇരിക്കുന്ന വ്യക്തിയെ വെട്ടി കൊല്ലുകയാണ്, അല്ലെങ്കിൽ കുത്തി കൊല്ലുകയാണ്. യാതൊരു കൂസലുമില്ല, ഒരു ജീവനെ ഇല്ലാതാക്കാൻ ഇവിടെ യാതൊരു കൂസലുമില്ല. ഇപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തലയ്ക്ക് തല, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലെന്ന രീതിയിലാണ് അവിടുത്തെ ശിക്ഷാ നിയമം ഉള്ളത്. പക്ഷേ ഇവിടെ ശിക്ഷാ നിയമം അനുസരിച്ച് തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും അവർക്ക് ഒരുപാട് കാലം ജീവിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള പോട്ടെ, അവർക്ക് അപ്പീൽ പോകാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട്. എന്തിനാണ് ഈ അവസരം നൽകുന്നത് എന്ന ചോദ്യം ഒരു വശത്ത് കാലങ്ങളായി ഉയരുന്നുണ്ട്. അവരില്ലാതാക്കിയതൊരു ജീവനാണ്. ആ ജീവനുകൾക്ക് യാതൊരു വിലയും ഇല്ലയോ എന്ന ചോദ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്കും തോന്നിപ്പോകും ഇതെന്താണ് ഈ സംഭവിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. കൂടത്തായി കേസ് നമുക്ക് നോക്കാം. കേരളത്തിൽ നടുക്കിയ ദുരൂഹ മരണ പരമ്പരയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കൂടത്തായിൽ നടന്നത്. 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഒരേ കുടുംബത്തിലെ 6 പേരുടെ ദുരൂഹ മരണങ്ങളാണ് പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ കൊലപാതക കേസുകളൊന്നായി മാറിയത്. റോയ് തോമസ്, അന്നമ്മ തോമസ്, ടോം തോമസ്, മാത്യു മഞ്ചാടിയിൽ സിലി, 2 വയസ്സുകാരിയായ ആൽഫൈൻ എന്നിവരുടെ മരണങ്ങൾ സ്വാഭാവികമല്ലെന്ന അന്വേഷണത്തിലാണ് ജോളി ജോസഫ് എന്ന സ്ത്രീയിലേക്ക് അവരുടെ തന്നെ ഉറ്റവരിലേക്ക് ഈ അന്വേഷണം എത്തിയത്. ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. 2019 കേസ് പുറത്തു വന്നതോടെ രാജ്യം മുഴുവൻ ഇത് വലിയ ചർച്ചയായി. നിരവധി കുറ്റപത്രങ്ങൾ സമർപ്പിച്ച കേസിന്റെ വിചാരണ നിലവിൽ കോഴിക്കോട് മാറാട് പ്രത്യേക കോടതിയിലാണ് പുരോഗമിക്കുന്നത്. കേസിൽ ജോളി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരായ വിചാരണ നടപടികൾ തുടരുകയാണ്. മാത്രമല്ല, ഈ കേസിലെ മുഖ്യപ്രതി ജോളി ജോസഫ് ബിരുദധാരിയാകാൻ കൂടി ഒരുങ്ങുന്നുണ്ടെന്ന വാർത്തയും ഈയിടയ്ക്ക് വളരെയധികം ചർച്ചയായിരുന്നു. കോഴിക്കോട് സബ് ജയിലിൽ വിചാരണ തടവിൽ കഴിയുന്ന ജോളിയെ ബിരുദ പരീക്ഷയ്ക്കായി കണ്ണൂർ വനിതാ ജയിലിൽ എത്തിച്ചപ്പോഴാണ് ഈ വാർത്ത പുറത്തു വന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററി പരീക്ഷയാണ് ജോളി എഴുതുന്നത്. 2ാം വർഷ വിദ്യാർത്ഥിയാണ്. 8 പേപ്പറുകളിൽ 6 എണ്ണം കഴിഞ്ഞു. പരീക്ഷ അവസാനിക്കുന്നതുവരെ കണ്ണൂർ വനിതാ ജയിലിലായിരുന്നു ജോളി. ഇതിനുശേഷം കോഴിക്കോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. പ്രത്യേക സുരക്ഷയിലായിരുന്നു ജോളിയെ കണ്ണൂരിൽ എത്തിച്ചത്. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമായിരുന്നു ജോളിയുടെ യോഗ്യത. ജയിലിൽ കിടന്ന് ബിരുദധാരിയായിട്ടുമുണ്ട്. ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമായിരുന്നു കൊലപാതകയാകുന്നതിന് മുമ്പേ ജോളിയുടെ യോഗ്യത. പക്ഷെ കൊലപാതകമൊക്കെ ചെയ്ത് ജയിലിൽ പോയതിനു ശേഷം ബിരുദധാരിയാവുകയും ചെയ്തു. എന്ത് നിയമം അല്ലേ? ചോദിച്ചു പോകും ആരായാലും. എന്തായാലും ഈ പ്രതികളുടെയൊക്കെ മേക്ക് ഓവറും പ്രതികളുടെ കൂസലില്ലായ്മയും, പ്രതികൾ വളരെ കൂളായിട്ട് ഒരു കൊലപാതകമൊക്കെ നടത്തിയിട്ട് വളരെ കൂളായിട്ട് നമ്മുടെ മുന്നിലൂടെ പോകുമ്പോഴും അവർ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ അവർ കൊന്ന, അവർ ഒരു മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെ നഷ്ടപ്പെടുത്തിയ ആ വ്യക്തികളെ ഓർക്കുമ്പോൾ ഉറപ്പായിട്ടും ഏത് മനസാക്ഷിയുള്ള വ്യക്തികളും ചോദിച്ചു പോകും എന്ത് നിയമമാണ് എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.